നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്കമാലി ശ്രീഭദ്ര സ്കൂളിന്റെ അടുത്ത് ശ്യാമൻ ചേട്ടന്റെ വീട്ടിലാണ്. ഇവിടെ ഇദ്ദേഹം പശുക്കളെ വളർത്തുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പശു വളത്തിന്റെ പ്രത്യേകത കൂടുതൽ പാലുള്ള ഇനങ്ങളെ വാങ്ങി പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ശ്യാമൻ ചേട്ടന്റെ പശു വളർത്തലാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ശ്യാമൻ ചേട്ടൻ ഇടപ്പറമ്പി ഫാമിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പോൾ ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നിട്ട് ഒരുപാട് നാളായോ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ എനിക്ക് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അതിന് ഒരു ബ്രേക്ക് ഇട്ടുകൊണ്ട് ഞാൻ പഠിത്തം കഴിഞ്ഞൊരു കോഴ്സ് പഠിച്ച് പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന സമയത്ത് അപ്പോഴും എൻ്റെ ഫാദർ വഴിയായിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കടന്നു വന്നത്. എൻ്റെ അപ്പച്ചനെ പണ്ട് തുടങ്ങി പശുവും കാര്യങ്ങളും ഉള്ളതാണ്. ചെറുപ്പം മുതൽ അപ്പച്ചൻ്റെ ചെറുപ്പം മുതലേ അവരുടെ അപ്പച്ചൻ്റെ അപ്പനൊക്കെ ആയിട്ടായാലും ഇങ്ങനെ ഈ തൊഴുത്തൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് അപ്പച്ചനെ സഹായിച്ച് ഞാൻ ഈ മേഖലയിലോട്ട് പയ്യെ ഒരു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടുള്ള ഒരു കടന്നുവരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പച്ചനൊരു അസുഖം വന്ന് ആൾ വയ്യാണ്ടായി. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇതിൽ മാത്രമായി. അതായത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു മറ്റുള്ള പരിപാടികളൊക്കെ നിർത്തി നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിയിരുന്നാൽ നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മൾ പുറത്തുള്ള ബെനിഫിറ്റിനാലും നമുക്ക് എന്തായാലും ഒരു അത്യാവശ്യം ബെനിഫിറ്റ് കൂടെ ഉണ്ടാക്കാം. സാധാരണ പശു വളർത്തൽ നഷ്ടത്തിലേക്ക് പോകാൻ പല കാരണങ്ങളുണ്ട്. എന്നാൽ ശ്യാമൻ ചേട്ടന്റെ പശു വളർത്തൽ വിജയകരമാകാൻ കാരണം തന്റെ അപ്പച്ചൻ കൊടുത്ത ഉപദേശമാണ്. ആ ഉപദേശം ഇനി കേൾക്കാം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ അപ്പച്ചൻ പറഞ്ഞ അതേ രീതിയിൽ കൂടി തന്നെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പച്ചൻ്റെ വാക്ക് കറക്റ്റായിട്ട് ആയി. അത് തന്നെ ആ രീതിയിൽ തന്നെ പോയതുകൊണ്ട് എനിക്ക് കറക്റ്റായതായിട്ടാണ് എൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കാവുന്ന രീതി. അതായത് അപ്പച്ചൻ കുറേ നമുക്ക് മറ്റേപാടുള്ള ഇതിൻ്റെ വരുമാനം സ്രോതസ് എങ്ങനെയാണെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. അത് മൊത്തം എനിക്ക് ആ സമയത്ത് പകർന്നു തന്നെ. അപ്പോൾ ആ രീതിക്ക് തന്നെ ഞാൻ പോയതുകൊണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ കൊണ്ടുപോകണം ആ രീതിക്ക്. അങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പശുക്കളെയൊന്നും കറക്കില്ലായിരുന്നു. അപ്പച്ചന് വയ്യാതായപ്പോൾ തന്നെ നമുക്ക് എൻ്റെ ഒരു കസിൻ ഒരു ചേട്ടൻ ഇവിടെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നും തുടങ്ങി ഇന്നും ഉണ്ട് ആ ചേട്ടൻ എൻ്റെ കൂടെ. അതായത് അപ്പച്ചനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പശുക്കളെ വളർത്തുന്ന രീതി ഒന്ന്, പിന്നെ പശുക്കളെ സെലക്ട് ചെയ്യുന്ന രീതി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പശുക്കളെ സെലക്ട് ചെയ്യുന്ന രീതി എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. തുടക്കം നമുക്കതിലൊരു ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് നമ്മളത് പഠിച്ചു. ഒരാളെയും നമ്മൾ ശരിക്കും ഇതിൻ്റെ അകത്ത് വിശ്വസിക്കാനായിട്ട് പാടില്ല. അതാണ് ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം. അതായത് നമ്മൾ ഒരാളിൽ നിന്നും നമ്മൾ സത്യസന്ധത പ്രതീക്ഷിച്ച് ഇത്ര പാലൊരാൾ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് അവർ പറയുന്ന വിലയ്ക്ക് നമ്മളത് മേടിച്ചാൽ ഒരിക്കലും വിജയിക്കില്ല. എത്ര ഫ്രണ്ട്ഷിപ്പായാലും അപ്പച്ചനൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ടായിട്ടിരുന്നതാണ്. പക്ഷെ ആ ഒരു ബന്ധത്തിലൊന്നും കാര്യമില്ല. നമ്മൾ 10 ലിറ്റർ പാല് കിട്ടും, നമ്മുടെ കാഴ്ചപ്പാടിൽ എത്ര ലിറ്റർ കിട്ടുമോ അത് കണ്ടേ മേടിക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ പുറത്തൊക്കെ അപ്പച്ചൻ്റെ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളാച്ചിയിൽ നിന്ന് പോയി എരുമ പശുക്കളൊക്കെ എടുക്കുമായിരുന്നു. അതൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് പശുവൊക്കെ എപ്പോഴും നമ്മുടെ കാലാവസ്ഥയായിട്ട് കറക്റ്റായിട്ട് വരാനും മറ്റുള്ള അവിടെ നിന്ന് തൈലേറിയ ബ്ലഡ് കോട്ടാവൽ അങ്ങനെയുള്ള പല അസുഖങ്ങളും ഇവിടെ വരുമ്പോണ്ടാവും. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ക്ലൈമറ്റായിട്ട് യോജിച്ച് പോകാൻ കുറച്ച് നാളത്തേക്ക് ഭയങ്കര പാടായിരിക്കും. യോജിച്ച് കിട്ടിയാൽ ഭയങ്കര ലാഭമാണ്, നല്ലത്. പക്ഷെ തൈലേറിയക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ച പശുവിനെ എന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം മുമ്പ് ഒരു പശുവിനെ 3ാമത്തെ സ്റ്റേജിലേക്കായിരുന്നു. പക്ഷേ ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് നടത്തി ഓൾറെഡി ഓക്കെ ആയി. പക്ഷേ തൈലേറിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പശു ഓൾറെഡി ചത്തുപോകും. അപ്പം നമ്മളെപ്പോഴും എന്തെങ്കിലും മാറ്റങ്ങളോ അത് ശരിക്കും ബ്ലീഡിങ് കാണിച്ചത്. അപ്പം നമ്മൾ കാണിച്ച് ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, തൈലേറിയക്കുള്ള ഇഞ്ചക്ഷൻ ചെയ്തു. പക്ഷേ പൈസ ഇത്തിരി കോസ്റ്റ്ലിയാണ്, എന്നാലും പെട്ടെന്ന് അസുഖം മാറും. എനിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ നമ്മൾ വേറൊരു മേഖലയിൽ എനിക്ക് വണ്ടിയുണ്ട്, അങ്ങനെ ഞാൻ പല പരിപാടിയുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ
സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ നിർത്തിയിട്ടാണ് ഞാനിപ്പോൾ ഇതായിട്ട് പോണേ. ശ്യാമോൻ ചേട്ടൻ ഒരു പ്രവാസിയായിരുന്നു. തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നപ്പോൾ പശുവായിരുന്നു ഏക ഒരു പ്രതീക്ഷ. ഈ പ്രതീക്ഷയിൽ അദ്ദേഹം വിജയം കണ്ടെത്തി. എനിക്ക് ഇവിടെ അപ്പച്ചന് ഇതൊരു ബിസിനസ്സായിരുന്നു, മെയിനായിട്ട് ബിസിനസ്സായിരുന്നു. അതായത് പുറത്തുനിന്ന് എരുമകൾ പശുക്കൾ കൊണ്ടുവന്നു സെയിൽ ചെയ്യലായിരുന്നു. സ്ഥിരമായിട്ട് നിർത്തലില്ല. സ്ഥിരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ കച്ചവടക്കാർ ആര് വന്നാലും വിൽക്കും. ഒരുപാട് ബന്ധങ്ങൾ അങ്ങനെ കണക്ഷനുകളുണ്ടായിരുന്നു. പക്ഷെ ഞാനിതിൻ്റെ അകത്ത് വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പാലിൻ്റെ പരിപാടി മാത്രം. ഞാൻ ഇവിടെ തുടങ്ങുന്ന സമയത്ത് അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് എനിക്ക് 4 പശു ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി മേടിച്ച നിർത്തിയ വെച്ചാൽ 4 പശുവാണ്. അത് കഴിഞ്ഞ പിന്നെ അതുങ്ങളെല്ലാത്തിനും ഞാൻ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും കൊണ്ടൊക്കെ ആയിട്ട് ചെന പിടിക്കാതെയും ഒരെണ്ണം ചത്തുപോയി. അപ്പോൾ അങ്ങനെ പല രീതിയിലായിട്ടൊക്കെ നഷ്ടപ്പെട്ടു. അതിൽ നിന്നുള്ളൊരു ക്രാവണി നിൽക്കണം. അതുമാത്രം 7 വർഷമായിട്ട് ഞാൻ ഇത് ഈ മേഖലയിൽ പൂർണ്ണമായിട്ട് നിൽക്കുന്നത് 7 വർഷമായി. ഇപ്പോൾ കേരളത്തിൽ ക്ഷീരമേഖലയിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളെ വളർത്തിയെടുക്കുമ്പോഴുള്ള ചിലവ്. എന്നാൽ ശ്യാമോൻ ചേട്ടൻ പാലുള്ള പശുക്കളെ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിയാണ് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് 10 പശുവുണ്ട്, കുഞ്ഞുങ്ങൾ കൂടാതെ. പിന്നെ 2 പോത്ത്, അത് വേറെ. അത് നിങ്ങളെ നിങ്ങോട്ട് കൊണ്ടുവരാറില്ല. എൻ്റെ പശു വളർത്തുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മേടിക്കൽ മാത്രമേ ഉള്ളൂ. പുറത്ത് പോയി മേടിക്കില്ല. നമ്മുടെ നാടുകളിൽ നിന്ന് മേടിച്ച് നിർത്തും. വളർത്തുന്ന നാടുകളിൽ നിന്ന് എൻ്റെ പാലിൻ്റെ ആവശ്യത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് മാത്രം മേടിക്കുകയുള്ളൂ. കേരളത്തിൽ നിന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് മാത്രം, നമുക്കറിയാവുന്നിടത്തു നിന്ന് മാത്രം മേടിക്കുകയുള്ളൂ. പിന്നെ അതുങ്ങളെ പരമാവധി നമ്മൾ ട്രൈ ചെയ്യും, ചെന പിടിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യും. ഒരു പക്ഷേ അത്ര രക്ഷയില്ലെങ്കിൽ മാത്രം നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ കൊടുക്കാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ തീറ്റയുടെ പ്രശ്നങ്ങൾ കൊണ്ടും ക്ലൈമറ്റുകൾ കൊണ്ടൊക്കെ ചെന പിടിക്കാതെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന പശുക്കുട്ടികളാണെങ്കിൽ മുരിക്കുട്ടികളാണെങ്കിൽ ഞാൻ കൊടുക്കും. കൂടി വന്നൊരു 4 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ മാക്സിമം നിർത്താറുള്ളത്. പിന്നെ പശുക്കിടാക്കളാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രീഡാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുങ്ങളെ നിർത്താറുണ്ട്. അതിൽ എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും 2 എണ്ണം ഇപ്പോൾ പ്രസവിച്ച് ഇപ്പം നമ്മുടെ തൊഴുത്തിലിപ്പുണ്ട്, 2 കിടാക്കൾ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിടാക്കളെ നിർത്തുന്നത് ഇത് മാത്രമായിട്ട്, ഇത് നമ്മുടെ കൂടെ നമുക്ക് ഇത്രയും പശുക്കളുള്ളപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് കൊണ്ട് നടക്കാമെന്നുള്ളതല്ലാതെ ഇത് മാത്രമായിട്ട് നമ്മളൊരു കിടാവിനെ മേടിച്ച് പുറത്തുനിന്ന് തീറ്റ മേടിച്ച് കൊടുക്കുന്നത് നമുക്കൊന്നും അത്ര ലാഭമായിട്ട് നോക്കണ്ട. അതിൻ്റെ ഒരു ക്രൈസ് ഉള്ളവർക്കൊക്കെ അത് കൊണ്ടു നടക്കാം. പിന്നെ എനിക്ക് പശു ആടൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ എനിക്കിതിനെക്കുറിച്ചൊരു ക്രൈസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ 2 കുട്ടികൾ, അല്ലാണ്ട് പുറത്തുനിന്ന് ഞാൻ മേടിച്ച് നിർത്താറില്ല. അങ്ങനെ ഒരു ഗീറിൻ്റെ കിടാവ് കിട്ടി, അങ്ങനെ അതിൻ്റെ നിർത്തി. നമ്മൾ വളർത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പശു മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 60,000 രൂപ 70,000 രൂപ കൊടുക്കണം. അപ്പോൾ ആ കാശ് നമ്മൾ അറിയണില്ല. നമ്മുടെ സ്വന്തം കിടാവ് വളർത്തുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷമൊക്കെ എടുക്കും ഇത് വളർന്ന് വരാനായിട്ട്. ഇവിടെ ശ്യാമോൻ ചേട്ടന്റെ പശുഫാമിൽ 10 പശുക്കളിൽ 8 എണ്ണവും കറവ പശുക്കളാണ്. അതുകൊണ്ട് തന്നെ 80 ലിറ്ററിലധികം പാൽ ഉൽപാദനമുണ്ട്. ഇത് പൂർണ്ണമായും തന്നെ വിറ്റുപോകുന്നത് വീടുകളിലാണ്. ഒരു 85 ലിറ്റർ പാല് അടുത്തോളം ഉണ്ട്. അത് എനിക്ക് മൊത്തം ലോക്കൽ സെയിലാണ്. അതായത് ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് കോതകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോതകുളങ്ങര അങ്കമാലിക്കടുത്താണ്. അപ്പോൾ അവിടെ ഞാൻ വീടുകളിൽ മാത്രം സെയിൽ കൊണ്ടു കൊടുക്കും. ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ മന്ത്ലി ആണ് എൻ്റെ പേയ്മെൻറ്റൊക്കെ മന്ത്ലിയാണ്. നല്ല റേറ്റാണ്. ഞാൻ കൊടുക്കുന്ന പാലിന് എനിക്കൊരു ലിറ്ററിന് 66 രൂപ വില കിട്ടുന്നുണ്ട്. നമ്മൾ ഡയറിയിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറിയിൽ കൊടുത്ത് പ്രസ്ഥാനം കൊണ്ടു നടക്കാനായിട്ട് പാടാം. അപ്പോൾ ഞാൻ അവിടെ ഒരു പേരിന് 2 ലിറ്റർ പാലെങ്ങാനും അളന്നു, ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം. ശ്യാമോൻ ചേട്ടന് പശുക്കൾക്ക് തീറ്റയായി നൽകുന്നത് പെല്ലറ്റ് മാത്രമാണ്. ഇതിന് കാരണം തവിടുകൾ പശുക്കൾക്ക് തീറ്റയായി നൽകുന്നത് നല്ലതല്ലെന്നാണ് ശ്യാമോൻ ചേട്ടൻ്റെ അഭിപ്രായം. ഇവിടുത്തെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 3-4 പശു ഒഴിച്ച് ബാക്കിയൊക്കെ ഞങ്ങളുടെ താഴത്തെ പാടാണ്, അവിടേക്ക് ഞാൻ അഴിച്ചു വിടും. അപ്പോൾ അതുങ്ങളൊരു സമയം കഴിഞ്ഞാൽ കയറി പോകുന്നുള്ളൂ. നമ്മുടെ അവിടെ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ താഴത്തോട്ടൊന്നും വിടില്ല. ഞാനിവിടെ എൻ്റെ വീടിൻ്റെ മുകളിലായിട്ട് ഡ്രസ്സ് മേഞ്ഞതുകൊണ്ട് അതിൻ്റെ മുകളിൽ വക്യൂല് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 1 വർഷത്തേക്കുള്ള വക്യൂല് ഞാൻ സീസണിൽ സ്റ്റോക്ക് ചെയ്യും.
അപ്പോൾ നമുക്ക് നിസ്സാരം ഒരു ഏരിയയിൽ പോയിട്ട് മൊത്തം മേടിച്ച് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് നിസ്സാരം പൈസയ്ക്ക് വയ്ക്കോല് കിട്ടും. പിന്നെ പെല്ലറ്റ് പാലനുസരിച്ചായാലും പശുവിൻ്റെ വലിപ്പം അനുസരിച്ച് കൊടുക്കും. പാല് മാത്രം നോക്കി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ വയറ് അറിയുന്നതാണ് കണക്ക്. ആരോഗ്യം ക്ഷീണിക്കാൻ പാടില്ല. ക്ഷീണിക്കാതിരുന്നാൽ നമ്മൾ മേടിക്കുന്ന പശുവിൻ്റെ ഒരു വിലേനെ പകുതി കാശ് അത് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പല്ലറ്റൊക്കെ ഞാൻ അത്യാവശ്യം എങ്ങനെ പോയാലും എൻ്റെ പശുക്കൾക്ക് 5 ഏറ്റവും ചെറിയ ഇതിനായാൽ പോലും ഒരു 4.5 കിലോ കൊടുക്കുന്നുണ്ട്. 4.5 കിലോ വീതം 2 നേരവും. അപ്പോൾ 9 കിലോ. പാല് കൂടുതലുള്ളതാണെങ്കിൽ 11 കിലോ വെച്ച് കൊടുക്കുന്നുണ്ട്. തവിടൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന തവിടൊക്കെ ഞാൻ നിർത്തിയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവിടിൽ ചില സമയങ്ങളിൽ പൂപ്പിൽ കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വയറിളക്കത്തിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തവിടൊന്നും കൊടുക്കാറില്ല. മെയിനായിട്ട് ഇങ്ങനെയാണ് പെല്ലറ്റ്, വയ്ക്കോല്, പുല്ല്. പുതിയതായി ഈ മേഖലയ്ക്ക് വരുന്ന ആളുകൾ എങ്ങനെ ഒരു പശുഫാം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നും പശുക്കളിൽ നിന്ന് എങ്ങനെ ഉയർന്ന വരുമാനം കണ്ടെത്താമെന്നും ശ്യാമൻ ചേട്ടൻ നമ്മോട് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പുതിയൊരാൾ ഈ മേഖലയിലോട്ട് വരുമ്പോൾ അറിയാവുന്നവരെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 ലിറ്റർ പാലുള്ള ഒരു പശു ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബം ജീവിക്കാം. ഇപ്പോൾ ഒരു പശു 2 പശു ഇപ്പോൾ 3 പശു ഉള്ളതും 5 പശു ഉള്ളതൊക്കെ ജോലി ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ നമ്മളതിനെ പരിപാലിക്കുന്ന രീതി പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാ ബിസിനസ്സിനും ഒരു സമയമുണ്ട്. അതായത് ഇതുങ്ങൾക്കൊക്കെ രോഗം വരാതിരുന്നാൽ മാത്രം നമ്മുടെ വിജയം. രോഗം വന്നാൽ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 മാസമാണ് ശരിക്കും ഇതിൻ്റെ ആദ്യത്തെ കറവ. ഈ 3 മാസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് മേടിച്ച പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. 2 പശു ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 പശുമ്മ തുടങ്ങിയാലും നമ്മളൊരു കുടുംബം ജീവിച്ച് നമുക്ക് എന്തായാലും മാന്യമായ പണിക്കാശ് കിട്ടും. 10 ലിറ്റർ പാലുള്ള പശുക്കളാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ വരാതിരിക്കണം. പിന്നെ 3 മാസം കൊണ്ട് ഇതിൻ്റെ മുതൽക്കാശ് നമുക്ക് കിട്ടും എന്തായാലും ഉണ്ട്. ഇതുങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് അത്യാവശ്യം നോക്കി കൊണ്ടു നടക്കുകയാണെങ്കിൽ. എന്നാൽ പിന്നെ പാല് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡയറിയിൽ മാത്രം കൊടുത്തുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത്ര ഇത് വിജയിക്കാനായിട്ടൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുക്കുന്ന രീതി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. നഷ്ടമെന്ന് ഞാൻ ഒരിക്കലും ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും ഇത് നഷ്ടമല്ല. എത്ര നാളുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം നല്ലൊരു ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റും? ഒരു 1 ഇയർ കൊണ്ട് പറ്റും? ഒരു വർഷം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എത്തിക്കാം. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പൈസ ആയിരിക്കണം. പൈസ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. ലോണൊക്കെ അടച്ചു പോവാം. അവനവൻ്റെ നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിലും പിന്നെ ഇതിൽ ശ്രദ്ധിക്കണം. നമ്മൾ 2 പശു മേടിച്ച് അതിൻ്റെ അത് മാത്രം ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് കിട്ടുന്നോ അതനുസരിച്ച് അതിനും എന്തെങ്കിലും ചെയ്യണം. അതായത് തീറ്റ, പിന്നെ അതിനെ നോക്കേണ്ട കാര്യങ്ങൾ, പിന്നെ കാൽസ്യപ്പൊടി, അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ അത് നല്ല രീതിക്ക് കൊണ്ടുനടക്കാൻ പറ്റും നമുക്ക്. ശ്യാമൻ ചേട്ടൻ്റെ പശുഫാമിൽ നേരത്തെ പറഞ്ഞതുപോലെ 10 പശുക്കളും അതിൻ്റെ കുട്ടികളുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പശുക്കളെ പരിചയപ്പെടാം. അങ്ങേറ്റത്തിരിക്കുന്നത് ഒറിജിനൽ ഗീറാണ്. ഇത് എൻ്റെ അടുത്ത് 4, 5 ഇതിൻ്റെ തള്ള ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ തള്ളേനെ ഞാൻ മേടിച്ചതാണ്. അതൊക്കെ അതിൽ നിന്നുണ്ടായിരുന്ന കുഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനായി 3 വയസ്സായി. എന്നിട്ടിപ്പോൾ പ്രസവിച്ച ഇതിൽ ലേറ്റായിട്ടാണ് പ്രസവിച്ചത്. ഇത് ഞാൻ മേടിച്ച പശുവാണ്. അത് ഈ പറഞ്ഞ പോലെ ഇടക്കറവേ ആയിട്ടുണ്ട്. പ്രസവിച്ചിട്ട് ഒരു 6 മാസത്തിൽ കൂടുതലായി. പിന്നെ അത് ഞാൻ മേടിച്ച പശുവാണ്. അത് 12 ലിറ്റർ പാലുണ്ട്. ഇപ്പം അതും ഈ പറഞ്ഞ പോലെ കിടാവില്ല, ചെനയ്ക്ക് കുത്തിവെച്ചാണ്. ഇതും 10 ലിറ്റർ പാലുണ്ട്, പാലുള്ള പശുവാണ്. പിന്നെ ഇതൊരു കിടാവ് പശു. ഇത് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായ ഇവിടെ നിന്ന് പ്രസവിച്ചതാണ്. ഇവിടെ ഞാൻ കിടാവിനെ വളർത്തി പ്രസവിപ്പിച്ചതാണ്. ഇപ്പം പ്രസവിച്ചിട്ട് 1 മാസമായിട്ടേ ഉള്ളൂ. ഇത് പ്രസവിച്ചിട്ട് 15 ദിവസം അതിൻ്റെ കിടാവ് അവിടെ വെക്കണു. ഇത് 14 ലിറ്റർ പാലിൻ്റെ അടുത്തുണ്ട് ഇപ്പം ഇതിന്. ഇത് 2ാമത്തെ പ്രസവം എൻ്റെ അടുത്ത് തന്നെയാണ്. ബാക്കിയൊക്കെ ഞാൻ പശുക്കൾക്ക് പാല് പറഞ്ഞാൽ എനിക്ക് പാല് തയ്യാണ്ടോന്ന് ഞാൻ വേറെ കൊടുത്ത് മാറുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ രീതി. ബ്ലാക്കാണ് എൻ്റെ അടുത്ത്. ബ്ലാക്ക് അങ്ങനെ കുറവായിരുന്നു. ഞാൻ റെഡ് ജേഴ്സിയുടെ കളറൊക്കെ ഉണ്ടായി, ചുവപ്പും വെള്ളയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
ഈ തവണ ഞാൻ പുറത്ത് പോയി എനിക്ക് മേടിക്കേണ്ട പാല് തയ്യാണ്ടായപ്പോൾ മേടിക്കേണ്ടി വന്നപ്പോൾ കിട്ടിയതൊക്കെ ബ്ലാക്ക് വാഷ് പോയി. ശ്യാമൻ ചേട്ടൻ്റെ പശുക്കൾ മാത്രമല്ല ഉള്ളത്, വിവിധ ഇനം ആടുകളും ഉണ്ട്. ഇനി നമുക്ക് അവയെ പരിചയപ്പെടാം. ഇതും എൻ്റെ തുടക്കം മുതലുണ്ട്. ഒരാടെ എനിക്ക് ഉണ്ടായുള്ളത്, അത് പിന്നെ ഞാനിത് വെറൈറ്റികൾ മേടിച്ചതാണ്. ഇത് ബീറ്റിൽ ക്രോസ്, ഇതിൻ്റെ കുഞ്ഞത്. ഇത് ഇത് ആദ്യത്തെ പ്രസവം 2 ലിറ്റർ പാലുണ്ടായി. ഇപ്പം ഇതുമുണ്ട് 2 ലിറ്റർ പാലുണ്ട്. ഞാൻ പാല് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള പാല് ആവശ്യങ്ങൾ ഇപ്പോൾ പുറമെ ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും ഇതൊരു വലിയ ബിസിനസ്സായിട്ടൊന്നും ഞാൻ കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അത്യാവശ്യം നമ്മളിതിൻ്റെ ഒരു ക്രൈസ് ഉള്ളതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കൊരു താല്പര്യമുള്ളതുകൊണ്ട് വളർത്തുന്ന ആടിന്. പിന്നെ ഇതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാവിൻ്റെ ഇല എനിക്ക് വണ്ടിയുണ്ട്. ഞാൻ പ്ലാവിൻ്റെ ഇല പരമാവധി എടുത്തുകൊണ്ടു ഈ പറഞ്ഞ പോലെ മുകളിൽ സ്റ്റോക്ക് ചെയ്യും. ഉണക്കിയായാലും നിങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ അതാണ് ഇതുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, പ്ലാവിൻ്റെ ഇലയും കേസിൻ്റെ പല്ലറ്റും. ഇതിൻ്റെ കുഞ്ഞുങ്ങളത്. പിന്നെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. പിന്നെ തീറ്റ കൊടുക്കാനുള്ള പാല് എനിക്ക് കിട്ടും ഇതിൽ നിന്ന്. അപ്പോൾ എനിക്കിവിടെ മൊത്തം 1 2 3 4 5 7 9 ആടുണ്ട്. നമ്മൾ അത്യാവശ്യം ഇല്ലെങ്കിൽ നമ്മുടെ വൈഫായാലും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് എന്നാലും ഇതുങ്ങൾക്കായാലും നമ്മളീ പറഞ്ഞ പോലെ ഇതുങ്ങളെ പശുവിനേലും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് ചത്തുപോകാനുള്ള ചാൻസുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഇതുങ്ങളുടെ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാണ് ലാഭം. പിന്നെ പാല് ലാഭമില്ലെന്നല്ല പറയണേ. പാലിന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ 130 രൂപ വിലയുണ്ട് 1 ലിറ്റർ പാലിന്, ഇതിൻ്റെ ആട്ടും പാലിന്. അപ്പോൾ ഞാൻ ഏകദേശം 2 ലിറ്റർ പാലിൻ്റെ അടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇതുങ്ങൾക്കെല്ലാത്തിനും തീറ്റ കൊടുക്കാം. ഇതിൽ നിന്ന് എനിക്ക് നഷ്ടമെന്ന് ഒരിക്കലും പറയാറില്ല. ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് നന്ദി പറയുന്നു. ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ശ്യാമൻ ചേട്ടൻ്റെ പശു വളർത്തലാണ്. ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.